വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൻഹാസ് വേൾഡ്. അപ്പം എല്ലാവർക്കും നമ്മുടെ സൻഹാസ് വേൾഡിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈദിൻ്റെ മിനി വ്ളോഗ് ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പം ഇന്നൊരു മിനി വ്ളോഗാട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷനും നമ്മളങ്ങോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം കഴിഞ്ഞാൽ 5 മണിയൊക്കെ കഴിയുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പം നമുക്ക് പോയി കുളിക്കണം. ഇപ്പം ഞാൻ എഴുന്നേൽക്കണുള്ളൂ. ഇനി നമുക്ക് പോയി കുളിച്ച് റെഡി ആവാനൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഗായ്സ്, ശാലു ഇങ്ങനെ അവൻ്റെ ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓൽക്ക് നേരത്തെ തന്നെ പോകണം. ഉപ്പാക്കും അവനക്ക് നേരത്തെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഓല് നേരത്തെ പോകണം. അങ്ങനെ ഓല് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരോടും സോറി. ഇത് കുറേ മുമ്പുള്ള മാർച്ച് 31 ഒരു വീഡിയോ ആണ് ഗൈസ്, നമ്മുടെ ഈദിൻ്റെ വ്ളോഗ്. അപ്പോൾ ഇടാൻ ഇച്ചിരി ഒന്ന് ലേറ്റായി പോയതാണ്. എല്ലാവർക്കും സോറി കേട്ടോ. അങ്ങനെ ഓല് അങ്ങനെ പള്ളിയിലൊക്കെ പോയി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ പത്തിരിയും ബീഫ് കറി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പം നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കുളിച്ച് നന്നായി ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ കുളിച്ച് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഡ്രസ്സ്. നമ്മുടെ പുള്ളിപ്പുള്ളിയുടെ ഡ്രസ്സാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ഞാൻ എക്സൈറ്റ്മെൻറ്റിലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇടാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നേരെ പോയിട്ട് പെരുന്നാൾ നമസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് കാണാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ പെരുന്നാൾ നമസ്കാരമൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോൾ ഗൈസ്, അവിടെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. അപ്പോൾ മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ ഒന്നുണ്ടായിരുന്നത്, ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇതിൻ്റെ ഗെറ്റ് ഡേ. ഇനി നമുക്ക് അതേ ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് എന്താണെന്ന് അറിയണ്ടേ? കമോൺ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെയുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ച് നമ്മളിപ്പോൾ പോകുന്നത് ഗൈസ് എൻ്റെ ഉമ്മാൻ്റെ അടുക്കും മൂത്തമ്മൻ്റെ വീട്ടിലോട്ടൊക്കെയാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ ഓരൊക്കെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഗൈസ് നമ്മുടെ മൂത്തമ്മൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഇതിനെ കുറച്ച് എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നല്ല. അപ്പോൾ ഗൈസ്, ഞാൻ എന്ത് ചെയ്ത് മെഹന്തി ഇട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ മൈലാഞ്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട് ഗൈസ് ഞാനിപ്പോൾ മെഹന്തി ഇടാഞ്ഞത്. ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ മൂത്തുമ്മൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ മൊത്തം പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗായ്. അങ്ങനെ ഗായ്സ്, ഞാൻ അവിടുന്ന് ഒരു പൂത്തിരി എടുത്തിട്ട് ഗായ്സ്, അതൊരു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഗായ്സ് ഈ ഒരു പൂത്തിരി. അങ്ങനെ നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ അവിടെ നിന്ന് ഇച്ചിരി പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളിച്ചു. അങ്ങനെ നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് ഗായ്സ്. അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് അടുത്ത വിശേഷങ്ങൾ അറിയാം. നമ്മൾ മുത്തമ്മൻ്റെ വീട്ടിലൊക്കെ വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഗായ്സ് എനിക്കൊരു മനസ്സിലും കിട്ടിയത്. പക്ഷേ ഗായ്സ്, ഇന്നത് അടിപൊളി ദിവസമായിരുന്നു. അടിപൊളി ഈദ് വ്ളോഗാന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. നിങ്ങളെ ഈദ് അടിപൊളിയാണെന്ന് എനിക്കറിയാം ഗായ്സ്. നമ്മൾ ഇന്നലെ പൊട്ടിച്ചതിൻ്റെ പടക്കത്തിൻ്റെ കുറേ ബാക്കിയുണ്ട്, ഇനി പൂത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നൊക്കെ നമുക്ക് കത്തിക്കാം ഗായ്സ്. ഓക്കെ, കമോൺ. അപ്പോൾ ഗായ്സ്, നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് പൊട്ടിച്ച് ഇച്ചിരി പടക്കത്തിൻ്റെ പൂത്തിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പൂത്തിയിലൊക്കെ കത്തിക്കാണ്ട ഗായ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ഒരു മിനി വ്ളോഗാണ്. അപ്പം ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.